ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുളിയിഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചപ്പോൾ 1 കപ്പ് ഇഞ്ചിയുണ്ട്. ഞാനിപ്പോൾ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യമേ ഈ ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ നമ്മളിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തിട്ട് വേണം ഇഞ്ചി വറുത്തെടുക്കാൻ. അപ്പോൾ ഇനി ഇഞ്ചി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇഞ്ചി ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ട് വറുത്തെടുക്കാൻ. അപ്പോൾ ഇഞ്ചിയുടെ കളറൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികൾ ചേർക്കുമ്പോൾ സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഈ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാനിപ്പോൾ ഒരു 3 കപ്പ് പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് തിളച്ച് ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ മാത്രം നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞാൽ പുളി പിന്നെ വേവത്തില്ല. അപ്പോൾ പുളി ഒന്ന് വെന്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരണം. ഇപ്പോൾ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇത് വീണ്ടും ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്ന ശർക്കരയിൽ കല്ലൊന്നും ഇല്ലെങ്കിൽ ശർക്കര ചീകിയിട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ശർക്കര ഒന്ന് പാനിയാക്കിയിട്ട് എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് പിന്നെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മളിതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. സദ്യ സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണസദ്യക്ക് പുളിയിഞ്ചി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്